സദാശിവ, എന്താ ഇത്? നിന്നോട് ആര് പറഞ്ഞു ഈ വേഷം ഇട്ട് ഇവിടെ നിൽക്കാൻ? ഒക്കെ രാമൻകുട്ടി ചെയ്ത പണിയാ. ഇന്നലെ എന്നെ കൈക്കോട്ടുകൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു, ഇന്ന് എന്നെ കൈ കൊണ്ടടിച്ചു. എന്നിട്ട് വേഷം ഇടിവിച്ച് എന്നെ നിർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു മാഡത്തിന് തരാൻ വേറൊരു വേഷം തയ്പ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതെന്ത് വേഷം? പിശാചിന്റെ വേഷം. ചേച്ചി ചേച്ചി, അവനെന്നെ തല്ലി. ആര്? ആ രാമൻകുട്ടി, മായയുടെ ഭർത്താവ്. നിന്നോടാരാ ഈ ജോലി ചെയ്യാൻ പറഞ്ഞേ? ആരാടി നിന്നൊക്കെ ഈ ജോലി ഏൽപ്പിച്ചത്? രാമൻകുട്ടി സാറാ. അമ്മായി, എന്തായി കാണിക്കുന്നത്? എന്നാലും മോളെ, എനിക്ക് ഈ ഗതി വന്നില്ലേ. ഇന്നലെ വരെ ഞാനൊരു കർച്ചീപ്പ് പോലും കഴുകാത്തല്ല മോളെ. കണക്കിന് പോയി അവന്റെ ഉടുതുണി പോലും ഞാൻ കഴുകേണ്ടി വരില്ലേ മോളെ? എനിക്ക് മനസ്സിലറിഞ്ഞിട്ട് ചോദിക്കാം, താൻ ഏത് ആനയുടെ പാപ്പാനാ? പാപ്പാനല്ലടാ, പപ്പൻ. ആനക്കാട്ട് പപ്പൻ. ഫ്രാഡാണല്ലേ? ഞങ്ങൾ പുത്തൂരം വീട്ടുകാരെ തനിക്ക് ശരിക്കും അറിയാൻ മേലാഞ്ഞിട്ടാ. ഇവിടെ കിടന്ന് അഭ്യാസം കാണിച്ചാൽ തല്ലിക്കൊന്ന് കൊക്കയിലെറിയും. അതിന് പ്രസിദ്ധി പറ്റവരാ പുത്തൂരം വീട്ടുകാര്. അറിയാമോ തനിക്ക്? തന്നോടാ ചാലക്കുടി മൂസാഹാജാരുടെ ഭാര്യയുടെ 25 പവൻ സ്വർണം അടിച്ചു മാറ്റി. എറണാകുളത്ത് ജൂവലറി ഉടമസ്ഥന്റെ കാറ് മോട്ടിച്ചു. പാലക്കാട് ചെട്ടിയാരുടെ ഭാര്യയെ പൊക്കിക്കൊണ്ടുപോയി. ഇതിനെല്ലാം പോലീസ് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാ മതി, ആ നിമിഷം നീ അകത്താ. പറയടാ, ഞാൻ ആരാ? പാപ്പാൻ അല്ല, പപ്പൻ. എന്റെ പപ്പേട്ട. मैं उस्तादों का उस्ताद हूँ. समझा? उसका पट्टा. ओरा. എന്തൊരു ശക്തി! चल 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 കിഷോർ കുമാർ. എത്രയും പെട്ടെന്ന് ഈ പുത്തൂരം വീട്ടിൽ ഒരു മരുമകനാകുക അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. കണ്ടംകുളങ്ങര കരുണാകരൻ ജോത്സ്യന്റെ വിധിപ്രകാരം ഞാനൊരു രാജകുടുംബത്തിൽ നിന്ന് വേളി ചെയ്യുമെന്ന്. സത്യമാണോ? നുണയല്ല പത്മിനി. പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച എന്തോ? ഞാൻ ചന്തുവാണ്. ചന്തു. ആ പഴയ തച്ചോളിക്കഥയിലെ ചതിയൻ ചന്തുവല്ല, ഒരു വടക്കം വീരകഥയിലെ എംടിയുടെ ചന്തു. ഒരുത്തന്റെ ഭരണം തുടങ്ങിയതോടുകൂടി പണിയെടുത്തതിന്റെ നടുഒടിഞ്ഞു. ദേ വന്നിരിക്കുന്നു വേറെ ഒരുത്തൻ, ഉല്ലൂക്കപ്പട്ട. ഓ, അവന്റെ മുഴിഞ്ഞ ഒരു ഇന്തി. പൽപ്പിനി, അവൻ ദുർഗയുടെ ഭർത്താവൊന്നല്ലടി, ഏതോ കള്ളനാവൻ. കള്ളനായാലും കുള്ളനായാലും ആള് നല്ല രസികനാ. എനിക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഓ, ഈ അരവട്ടിനോട് പറഞ്ഞ് എന്നെ വേണം കൊല്ലാൻ. നോക്കിക്കോ, ഒരു ദിവസം ഞാൻ അവന് ചോറിൽ വിഷം വെച്ചു കൊടുക്കും. അതോടെ തീരുന്ന അവന്റെ പരിപാടി. എടി, ഞാനൊരു രഹസ്യം പറയട്ടെ. ഒരിക്കൽ സദാശിവന്റെ അച്ഛന് ഞാനൊരു പണി കൊടുത്തതാ. പിന്നെ ഇത്രയും കാലായിട്ട് അയാളുടെ പൊടിപാട് കണ്ടിട്ടില്ല. എന്തിനാ ഭാർഗവത്തല്ലേ വെറുതെ നുണ പറയുന്നത്? നിങ്ങൾ വടക്കേപ്പുറത്തെ തിരുമേനിയുമായിട്ട് ലോഹ്യമായതുകൊണ്ടല്ലയോ ഭർത്താവ് പ്രഭാകരൻ ഈ നാട് വിട്ടു പോയത്? അല്ലേ? നിങ്ങളുടെ മോനില്ലേ സദാശിവൻ, അവൻ ആ തിരുമേനിക്കുണ്ടായ മകനല്ലേ? ഞാൻ അറിയാൻ ആഗ്രഹിച്ചതറിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മോൻ സദാശിവൻ ഈ പുത്തൂരം വീട്ടുകാരനല്ല. അവൻ ഇവിടുത്തെ സ്വത്തിൽ യാതൊരു അവകാശവും ഇല്ല. അയ്യോ, ഇല്ലേ? സ്വത്ത് കിട്ടുമെന്നുള്ള മോഹമൊന്നും വേണ്ട ഭാർഗവിത്തള്ളേ. പിന്നെ എന്നോട് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ മരിക്കും വരെ ഇവിടെ കഴിയാം, അമ്മയ്ക്കും മകനും. സമ്മതം മോളമ്മേ. എന്തേ ഭാർഗവി? എന്തോ? എനിക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കേ. ഓ, പിന്നെ പൊരട്ടാൻ രാസാദിപ്പൊടിയിട്ട് കാച്ചിയ കുറച്ച് എണ്ണ എടുത്തു വെക്കേ. സംച്ച ബഹൻ ഖാവോ. ഓ, അവന്റെ ഒരു ഉല്ലൂക്ക. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബാലമാഷി ഇനിയും താമസിച്ചു വരുമല്ലോ.
അന്ന് ബാക്കി അഭ്യാസം. സൈലൻസ്. യോഗാഭ്യാസം അക്ഷരം പോലും അറിഞ്ഞൂടാ അവനെ പഠിപ്പിക്കാൻ നടക്കുന്നത്. ഇതില് വിവിധ ഭാരതി കിട്ടില്ലേ? ഏതില്? ഈ റേഡിയോയില്. അതിനിത് റേഡിയോ ആണെന്ന് ആര് പറഞ്ഞു? ഇത് ശ്രുതിപ്പെട്ടിയാ. ഒരു സംശയം ചോദിച്ചതിന് അത്ര ചിരിക്കാൻ. നമുക്കിപ്പോ ക്ലാസ് ഇല്ലേ? ഉണ്ട്. എങ്കിൽ പിന്നെ മണ്ടത്തരം വിളമ്പാതെ അങ്ങോട്ട് പോയിക്കൂടെ? അതെനിക്കറിയാം. പ്രത്യേകിച്ചാരും പഠിപ്പിക്കണ്ട. ഗ്രൗണ്ടിൽ കുട്ടികളെല്ലാം സെറ്റായിട്ട് ഞാൻ ചെന്നാ മതിയല്ലോ. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം. ഇങ്ങോട്ട് തന്നേക്ക് മാഷേ. ഗോപി പിള്ളേ, എന്താ മാഷെ? ആ കത്തിങ്ങോട്ട് തന്നെ. ഏത് കത്ത്? അല്ല, ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ലേ? അപ്പൊ അത് അയക്കാനുള്ളതല്ലേ? അതെ, വായിക്കാനുള്ളതാണ്. പക്ഷെ എനിക്കതിൽ 1-2 വരികൾ തിരുത്താനുണ്ടായിരുന്നു. മെനക്കേടായല്ലോ. ഇപ്പൊ തന്നെ അരമണിക്കൂർ ലേറ്റാ. ആ, ഏത് അഡ്രസ് പറ. അഡ്രസ് അഡ്രസ് പിന്നെ അല്ലെങ്കിൽ പോട്ടെ പോട്ടെ പോട്ടെ, കുഴപ്പമില്ല. ഇട്ടത് തിരിച്ചെടുക്കുന്നത് നിയമവിരുദ്ധ. എല്ലാ ലെറ്റേഴ്സും വന്നിട്ടുണ്ടല്ലോ അല്ലേ? മാഷിന് കത്തൊന്നുമില്ലല്ലോ. ജോസ് പനിച്ചിക്കാടൻ, ശ്രീ ജോസ് പനിച്ചിക്കാടൻ, മിസ്റ്റർ ജോസ് പനിച്ചിക്കാടൻ, ജോസ് പനിച്ചിക്കാടൻ. ലെറ്റർ ഒന്നും ഇല്ലല്ലേ? എത്ര കത്തുകളാ! ഭാഗ്യവാൻ. എന്ത് ഭാഗ്യം! ഇതിനൊക്കെ മറുപടി എഴുതണ്ടേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്.
നല്ല ഉറക്ക സംഗതി ഏറ്റു ഞാനങ്ങ് കുളിപ്പിച്ച് കിടത്തി. ഒന്നും വിഷമിക്കണ്ട, താൻ ധൈര്യമായിട്ടിരിക്കും. മൂപ്പ ഞാൻ അവിടെ എത്തിച്ചോളാം. താൻ പോയിക്കോളൂ. അങ്ങനെ കുമാരൻ പൊക്കോ, ഇനിയുള്ള കാര്യം ഞാൻ ഏറ്റു. ഉറപ്പാണോ? പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ, ഞാനല്ലേ പറയുന്നത്. ഓ പൊക്കോ, പിന്നെ ഇങ്ങോട്ട് വരെ. അമ്മേ, മുത്തശ്ശൻ വന്നു. എന്താ അച്ഛൻ ഇത്ര താമസിച്ചത്? പറയാം, ഇനി ഒരു കസേരം എടുത്തിട്ട് ഭയങ്കര ചൂട്. എടുത്തോളൂ. ഞാൻ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അതിന്റെ വിത്തും വേരും ചകഞ്ഞ് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ മടങ്ങും. അതാ എന്റെ ശീലം. ആ എന്താ ഇവിടെ? അല്ല മുത്തശ്ശൻ. മുത്തച്ഛൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലേ? ഇച്ചു പോടാ പുറത്ത്. കൊച്ചു വർത്താനം കേൾക്കാൻ കുത്തിയിരിക്കുന്നത്. ചൂട്. എന്നിട്ട് ഉം. പറഞ്ഞാൽ അതിശയോക്തിയാണെന്ന് വിചാരിക്കരുത്. ഇത്രയും ഐശ്വര്യമുള്ള ഒരു കുട്ടി അച്ഛൻ കണ്ടോ പെണ്ണിനെ? പിന്നല്ലാണ്ട് കണ്ടു, ചുറ്റുപാടുകൾ അന്വേഷിച്ചു, എന്നിട്ട് ഒരു തരക്കേടുമില്ല. ഇപ്പോ വലിയ സ്ഥിതിയിലൊന്നും അല്ലെങ്കിലും പഴയ തറവാടികളാ. കൊട്ടാരത്തിലെ കാര്യക്കാരുടെ വകയിലെ ഒരു തായ്വഴിയാ. അഭിമാനികള്. ആ കുട്ടിയെ ഈ തറവാട്ടു അതൊക്കെ പറഞ്ഞിറക്കം കേൾക്കണ്ട. ആ കുട്ടിയെ ഈ തറവാട്ടിൽ കിട്ടുക എന്ന് പറയുന്നത് കുട്ടിക്കൃഷ്ണന്റെ ഭാഗ്യം എന്നല്ല, അമ്മിണിയമ്മയുടെ ഭാഗ്യം എന്നേ ഞാൻ പറയും. എന്റെ ഭഗവതി. ആ കുട്ടി ഈ പടി കിടന്ന് വന്നാൽ സന്ധിക്കുന്നേ വേറെ വിളക്ക് വെക്കണ്ട. അത്രയ്ക്ക് ഐശ്വര്യമാ. എന്നങ്ങ് നടത്താം. ഈ വക കാര്യങ്ങൾ എങ്ങനെയാ വേണ്ടതെന്ന് നീ എന്നെ പഠിപ്പിക്കുക. അതവിടെ നിൽക്കട്ടെ. ആദ്യം അമ്മണിയമ്മ കുട്ടിയെ ഒന്ന് കാണണം. അതിന് പ്രത്യേകിച്ച് ചടങ്ങൊന്നും വേണ്ട. നാളെ കുട്ടി അമ്പലത്തിൽ വരും, അവിടെ വെച്ച് കാണാം. എല്ലാറ്റിലും മുഖ്യം അമ്മണിയമ്മയോട് ഇഷ്ടമാണല്ലോ. ആ കുട്ടിക്കൃഷ്ണൻ ഇപ്പോഴും ഒന്നും അറിയണ്ട. അതെ, അവനോട് ഇപ്പൊ ഒന്നും പറയണ്ട. അത് ഈ പോയിട്ട് ജീരവെള്ളം എടുത്തോണ്ട് വാ. അച്ഛൻ നിന്ന് കുളിച്ച് ഈ ഡ്രസ്സൊക്കെ മാറ്റി വല്ലത് കഴിച്ചു. അതൊക്കെ പിന്നെയാ. മേല് മുഴുവൻ ഭയങ്കര വേദനയാ. നടന്നു നീ അത് ജീരവെള്ളം എടുത്തോണ്ട് വാ. അല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. മുത്തച്ഛ